പത്തനംതിട്ടയിൽ ഒഴിവില്ലാത്ത തസ്തികയിൽ സ്ഥലം മാറ്റം നൽകിയതിൽ ജീവനക്കാരി പ്രതിഷേധിക്കുന്നു. കോയിപ്പുറം പഞ്ചായത്ത് ഓഫീസിലാണ് ഹെഡ് ക്ലർക്ക് സ്മിത മോൾ പ്രതിഷേധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ സർവീസ് ബ്രേക്ക് ഉണ്ടാകുമെന്ന് ജീവനക്കാരി പറയുന്നു. ഇടത് സർവീസ് സംഘടനയുടെ പകപോക്കലാണ് സ്ഥലം മാറ്റത്തിന് പിന്നിലെന്നാണ് ആരോപണം. സ്ഥലമാറ്റത്തിന് ഞാൻ റിക്വസ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമോ ഒന്നുമില്ലാതെ ഭരണ താല്പര്യാർത്ഥമെന്ന് പറഞ്ഞ് ഉത്തരവ് അവരിറക്കിയത്. ഇന്നലെ പുതിയ എൻ്റെ അവിടെയുള്ള എക്സിസ്റ്റിംഗ് പോസ്റ്റിലേക്ക് പുതിയ ആൾ വന്നപ്പോൾ ഞാൻ റിലീവ് ആവുകയും ഇന്ന് 4 കിലോമീറ്റർ മാത്രം വ്യത്യാസമുണ്ട്. ഇന്ന് തന്നെ എനിക്ക് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിലവിൽ വേക്കൻസി ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫീസിൽ ഫോൺ മുഖേന ബന്ധപ്പെട്ടപ്പോൾ ഉടനെ ഉത്തരവ് റിലീസ് ഇടുമെന്ന് വെച്ച് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ഇന്നലെ റിലീവായി കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ജോയിൻ ചെയ്യാൻ ഇവിടെ വന്നു. ഇവിടെ വേക്കൻസി ഇല്ലാന്ന് പറഞ്ഞു സെക്രട്ടറി ജോയിൻ ചെയ്യിച്ചില്ല. സാറ് അത് JD ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നന്ദുഷ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. നന്ദുഷ, സ്മിത എന്താണ് പറയുന്നത്? നിലവിൽ അവരുടെ പ്രതിഷേധം തുടരുകയാണോ? ക്ലാർക്കായിട്ടുള്ള സ്മിത മോൾക്ക് ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ചത്. കോയിപ്പുറം പഞ്ചായത്തിൽ ജോയിൻ ചെയ്യാനായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത്. എന്നാൽ കോയിപ്പുറം പഞ്ചായത്തിൽ ഇപ്പോൾ ആ ഒരു തസ്തിക തന്നെ അവിടെ ഇല്ല. അതായത് ആ തസ്തിക ഇല്ല എന്നാണ് സ്മിത മോൾക്ക് ലഭിച്ച മറുപടി. തുടർന്ന് സർവീസ് രീതികൾ തന്നെ സർവീസ് തലത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അധികൃതരുമായി ഈ വിഷയം സംസാരിച്ചെങ്കിൽ പോലും ഇത്തരത്തിലൊരു സ്മിതയ്ക്ക് നിയമനം അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി അധികൃതരിൽ നിന്ന് ലഭിച്ചില്ല. അതിനെ തുടർന്നാണ് ഇന്ന് പ്രതിഷേധവുമായി സ്മിത മോൾ കോയിപ്പുറം പഞ്ചായത്തിലേക്ക് എത്തിയത്. കോയിപ്പുറം പഞ്ചായത്തിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ പ്രതിഷേധവുമായി സ്മിത മോൾ എത്തി. അവിടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് സമരം ചെയ്യുകയായിരുന്നു. ഏതായാലും വൈകുന്നേരമായിട്ടും ഈ വിഷയത്തിൽ യാതൊരു തീരുമാനവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പത്തനംതിട്ട ജില്ലയിലുണ്ട്. മന്ത്രി ഉൾപ്പെടെ സന്ദർശിച്ച് വിഷയത്തിൽ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സ്മിത മോൾ. സ്നേഹ. ശരി, നന്ദുഷയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.